നമ്മുടെ ചെറിയ ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് ബീഫ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് രാവിലെ പോയി ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 കിലോ ബീഫ് മേടിച്ച്. അപ്പോൾ ബീഫ് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. ബീഫൊക്കെ ഒന്ന് വെന്ത് കുക്കറിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് വേകാൻ വേണ്ടി വെച്ചേക്കുക. അപ്പോൾ ആ സമയത്തിന് നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ച്. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ വറുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട്, മഞ്ഞപ്പൊടി ഇടുന്നത് എടുക്കാൻ പറ്റിയില്ല, അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടി നമ്മൾ ഇന്ന് മറ്റേ നമ്മുടെ മസാല കൂട്ട് മേടിച്ച് പൊടിച്ചെടുക്കുമായിരുന്നു. സാധാരണ എപ്പോഴും ഇവിടെ പൊടിയായിട്ടാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ മേടിച്ച് പൊടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ സ്മെല്ലൊക്കെ അടിപൊളിയായിരിക്കും. നൈസ്. അപ്പോൾ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് ഈ ബീഫ് നേരെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വരട്ടി സെറ്റായിട്ട് എടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും എന്നറിയാമല്ലോ. അങ്ങനെ ഇതേ കുക്കറിന് നമ്മുടെ ലാസ്റ്റ് വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കേ ബീഫൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ചൂടോടെ എടുത്തു കഴിഞ്ഞാൽ കയ്യ കാല വെറുതെ ഉള്ളിക്കുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കുക്കറൊന്ന് വണക്കട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഇതിനകത്തേക്ക് പകർത്താം. എന്നിട്ട് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ച് സെറ്റായിട്ടൊക്കെ എടുക്കുക. ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. നൈസ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മൾ ഉരുളിക്കകത്തേക്ക് കമർത്താം എല്ലാം കൂടെ. 1.5 കിലോ ബീഫ് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ കഴിക്കാൻ തയ്യാറാന്ന് സംശയമാണ്. ഈ വെള്ളം ഈ ബീഫിൻ്റെ ഈ കിടക്കുന്ന സ്റ്റോക്കൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വരട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ന് ബീഫ് വരട്ടിയതാണ്. ഇനി നമുക്ക് ആ റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങ കൂടെ ഇട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഈ തേങ്ങയൊക്കെ കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടെ. അതുവരെ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏറെക്കുറെ ആ സ്റ്റോക്കൊക്കെ ഒന്ന് വറ്റി സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രൗണിഷ് കളർ കൂടെ ഒന്ന് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ബീഫിൻ്റെ സ്മെല്ല്, ഒരു രക്ഷയില്ല. അപ്പോൾ ബീഫ് അത്യാവശ്യം ഒന്ന് വരണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം. ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റാണ്. പിന്നെ പാചകം ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തിയില്ല. പാചകം ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. അപ്പോൾ അയാൾക്ക് മുഖം കാണിക്കാനൊരു മടിയുള്ളത് കൊണ്ട് ഇങ്ങനെ സെറ്റാക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഉച്ചക്ക് എന്തായാലും ബീഫായിട്ടൊരു പിടി പിടിക്കണം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വരണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല ചൂട് ചോറും കൂട്ടി ഒരു ബീഫ് ഒരു പിടുത്തം പിടിക്കണം. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീഫ് വരട്ടിയത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.